ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. സ്വർഗീയ പിതാവിന് പകരക്കാരനായി നിൽക്കുന്ന ഒരു മഹാവിശുദ്ധൻ പകരക്കാരനില്ലാത്ത വിധത്തിലുള്ള മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ ജീവിതം കൊണ്ട് മാത്രമായിരുന്നില്ല, ശാന്തമായ മരണം കൊണ്ടുകൂടിയായിരുന്നു. ക്രിസ്തു പോലും മരണം പഠിച്ചത് ഈ യൗസേപ്പ് പിതാവിൽ നിന്നാണെന്ന് ഒരു വായനയ്ക്കുണ്ട്. തൻ്റെ അപ്പൻ്റെ മരണം പറയാമെന്നൊരു ഒരു മകള് വിചാരിച്ചൻ അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തലേ ദിവസം അയാളുടെ വീട്ടിൽ പോയതിൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ അയാളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവിടെ ചെന്ന് ആളായിട്ട് സംസാരിക്കുമ്പോൾ കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരാളുടെ തൊട്ടു മുൻപിൽ ഒരു കസേര കൂടെ ഉണ്ട്. അയാൾ പറയാം, അച്ഛനെ ഇരിക്കാൻ വേണ്ടിയിട്ടതല്ല ഇത്. ചെറുപ്പത്തിലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയത് ഇങ്ങനെയാണ്: എൻ്റെ മുൻപിൽ ഒരു കസേര ഇടും, ആ കസേരയിൽ ഈശോ ഉണ്ടെന്ന് ഓർക്കും, എന്നിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയും, ചിലപ്പോൾ ഈശോയ്ക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കും. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോൾ ഈ വയ്യാതെ കിടക്കുമ്പോഴും ഈ കസേരയിൽ ഈശോ ഉണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഓർമ്മയിൽ വെച്ചിട്ടാണ് അച്ഛൻ മോളോട് ചോദിക്കുന്നത്, മോളെ അപ്പൻ്റെ മരണം ശാന്തമായിരുന്നു? അവൾ പറയാനുണ്ട്, ഞാൻ രാവിലെ പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് യാത്രയാക്കിയത്. തിരിച്ചു വരുമ്പോൾ അപ്പം കട്ടിലിൽ മരിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവിടെ ഒരു കസേര വെച്ചിട്ടുണ്ടായിരുന്നു. ആ കസേരയിലേക്ക് തലചായിച്ചാണ് അപ്പം കിടന്നിരുന്നത്. അച്ഛൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നിന്റെ അപ്പൻ മരിച്ചത് ഈശോയുടെ മടിയിൽ തലചായിച്ചിട്ടാണ്, നിന്റെ അപ്പം മരിച്ചത് ഈശോയുടെ മടിയിൽ തലചായിച്ചിട്ടാണ്. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായ ഒരു കുഞ്ഞുറങ്ങുന്നത്ര ശാന്തതയോടുകൂടെ മരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയാൽ മതി യൗസേപ്പ് പിതാവ് എങ്ങനെ മരിച്ചു എന്ന് മനസ്സിലാക്കാൻ. കാരണം ഈശോ ജീവിതം പഠിച്ചത് ഈ അപ്പനിൽ നിന്നാണെങ്കിൽ മരണം പഠിച്ചതും ഈ യൗസേപ്പ് പിതാവിൽ നിന്ന് തന്നെയായിരിക്കും. അച്ഛൻ്റെ കാര്യം ഞാൻ ഈശോപ്പയോട് പറഞ്ഞോളാട്ടോ എന്നൊരു വൈകുന്നേരം ഒരു പെൺകൊച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവളെ ശവമഞ്ചത്തിൽ കാണുമ്പോൾ ആ ശവമഞ്ചം ദൈവത്തിൻ്റെ മടിയായിട്ട് നമുക്ക് തോന്നണേ. ഇത്രയ്ക്ക് ശാന്തമായി മരിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണേ എന്ന് ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.